അങ്കിൾ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്കിൾ ഇവിടെ എന്തായിരുന്നു? ഈ ചെടിക്ക് ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ മോളെ. എപ്പോ നോക്കിയാലും അങ്കിൾ ഈ തോട്ടത്തിൽ തന്നെ ആയിരിക്കും. നേരം പോലെ എനിക്ക് പിന്നെ എന്താ ഒരു ജോലി ഉള്ളത്? അങ്കിൾ ഇത് എന്നെ കൂടി ഒന്ന് പഠിപ്പിച്ചു തരുമോ? മോളെ, ഈ ചെടികൾ നട്ടു വളർത്തുക, തോട്ടം സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാല് അതിന് ജന്മസിദ്ധമായ ഒരു കഴിവ് വേണം, ഒരു വാസന വേണം. പിന്നെ ഈ ചെടികളുടെ ഒരു ആഹാര രീതി എന്ന് പറഞ്ഞ ഞാൻ ആ വെള്ളപ്പൂന്ന് പറിച്ചോട്ടെ? വേണ്ട വേണ്ട വേണ്ട, അവിടെ വന്നോട്ടെ. ഒരെണ്ണം പറിച്ചോട്ടെ അങ്കിൾ, വല്ല ഗേൾഫ്രണ്ടിനും കൊടുക്കാനായിരിക്കും. ഒരെണ്ണം പറിച്ചോ, നാളെ വന്ന് ചോദിക്കരുത്. സ്ഥലം വിട്ടോ. ഓ, മോൾ എന്താ പറഞ്ഞത്? ഈ അച്ഛനും മക്കളും ഇരിക്കുന്നിടത്ത് ഈ ഗേൾഫ്രണ്ടിന്റെയും ബോയ്ഫ്രണ്ടിന്റെയും കാര്യം പറയാമോ? അതൊക്കെ തെറ്റല്ലേ? അതിലെന്താ ഇത്ര തെറ്റങ്കിൾ? ഞാൻ അങ്കിളിന്റെ ആരാ? ശത്രുവാണോ? അല്ല. അപ്പൊ മിത്രമല്ലേ? മിത്രത്തിന് ഇംഗ്ലീഷിൽ എന്താ? ഫ്രണ്ട് ആണല്ലോ. ഞാനാണോ പെണ്ണോ? പെണ്ണ്. പെണ്ണിന് ഇംഗ്ലീഷിൽ എന്താ? ഗേൾ. അപ്പൊ ഞാൻ അങ്കിളിന്റെ ഗേൾഫ്രണ്ട്, അങ്കിൾ എന്റെ ബോയ്ഫ്രണ്ട്. ഇന്നു മുതൽ അങ്കിൾ എന്നെ ഗേൾഫ്രണ്ട് എന്നെ വിളിക്കാവൂ. പേടിക്കാതെ എന്റെ ബോയ്ഫ്രണ്ടേ. ആന്റിന് മുന്നിൽ വെച്ച് ഞാൻ വിളിക്കില്ല. നമ്മൾ രണ്ടാളും മാത്രം ഉള്ളപ്പോ ഞാൻ ഗേൾഫ്രണ്ടും അങ്കിൾ ബോയ്ഫ്രണ്ടും. എന്താ? ശരി ഗേൾഫ്രണ്ട്. അല്ല, മഞ്ജുവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന എന്ത് ചെയ്യാണ്? ഞാൻ ഡാഡിക്ക് ഒരു കത്തെഴുതാ. ഡാഡിക്ക് കത്തെഴുതാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ? ഇവിടെ ഉള്ളവരെ കുറിച്ച് കുറച്ച് പരദൂഷണം എഴുതുക. ഞങ്ങളെ കുറിച്ച് എന്ത് പരദൂഷണം എഴുതാനാണ്? അത് ഈ വീടും പിന്നെ ആന്റിയും ആന്റിയുടെ കുറെ ഡിസിപ്ലിനും അതനുസരിക്കുന്ന കുറെ ബുദ്ധൂസുകളും. അല്ല, ഞാൻ ഇവിടെ വന്നുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് രവിക്കാണല്ലേ? എനിക്കോ? അതെ, രവിയുടെ ബെഡ്റൂം ഞാൻ അപഹരിച്ചില്ലേ? ഇപ്പം രവിക്ക് കിടക്കാനായിട്ട് ശരിയായ ഒരു സ്ഥലം പോലുമില്ല. അങ്ങനെയൊന്നുമില്ല. വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ അതിന്റേതായ വിധത്തിൽ ട്രീറ്റ് ചെയ്യണ്ടേ? ഫോർ എക്സാമ്പിൾ, ഞാൻ മഞ്ജുവിന്റെ വീട്ടിൽ വന്നു തന്നെ ഇരിക്കട്ടെ. മഞ്ജുവിന്റെ ബെഡ്റൂം എനിക്ക് ഒഴിഞ്ഞു തരില്ലേ? എന്റെ ബെഡ്റൂമിൽ ഞാൻ ഒരാളും കേട്ടിട്ടില്ല. അല്ല ഡോക്ടർ സാറേ, രാവിലെ കൊണ്ടുപോയി റോസാപ്പ് ഗേൾഫ്രണ്ടിന് കൊടുത്തോ? അയ്യോ, എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. കുറെ നേരം ഞാൻ അവളുടെ മുറിയിൽ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെ ഇരുന്ന് അവളുടെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് പോന്നു. പാർട്ടി എങ്ങനെയാ? കാണാൻ കൊള്ളാവോ? ആ, കാണാൻ കൊള്ളാം. നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ ആളൊരു സെമി എക്സെൻട്രിക്കാ. അതൊക്കെ ഇപ്പോഴത്തെ പ്രായത്തിന്റെ ആയിരിക്കും. മാരേജ് കഴിയുമ്പോ മാറിക്കോളും. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ? അവൾ എന്നെ പ്രേമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതൊട്ട് ചോദിച്ചിട്ടില്ല. ഓ, അപ്പൊ വൺ വേ ട്രാഫിക് ആണല്ലേ? ആ, മഞ്ജു എനിക്കൊരു സഹായം ചെയ്യണം. ആ കുട്ടിയെ കണ്ട് സംസാരിച്ചിട്ട് അവളുടെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞിട്ട് വരാമോ? അതിനെനിക്ക് ആ കുട്ടിയെ അറിയില്ലല്ലോ. എന്റെ ബെഡ്റൂമിൽ, ഐ മീൻ മഞ്ജുവിന്റെ ഇപ്പോഴത്തെ ബെഡ്റൂമിൽ അവളുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അതിന്റെ മുമ്പിൽ ഞാൻ റോസാപ്പ് വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ ആളെ മനസ്സിലാവും. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. എങ്ങനെ നോക്കുന്നത്? മഞ്ജു, മഞ്ജുവിനോട് എനിക്കൊരു പ്രത്യേക കാര്യം ചോദിക്കാനുണ്ട്. അതിന് കൃത്യമായ ഒരു ആൻസർ കിട്ടണം. യെസ് ആയാലും നോ ആയാലും. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ മഞ്ജുവിനും മിണ്ടാത്തത്?
ഞാൻ എസ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ആന്റി പറയുന്നതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. മഞ്ജു ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരുടെ മനസ്സിനെയും കീഴടക്കി. മമ്മി വിളിച്ചു. മഞ്ജു വിചാരിച്ചാൽ മമ്മിയും പോക്കറ്റിലാക്കാൻ കഴിയും. അയ്യോ സോറി ആന്റി. എവിടെയെങ്കിലും പുറത്തു പോകാൻ ഇറങ്ങുമ്പോ തിരിച്ചു വിളിക്കണമെന്ന് എനിക്കറിയാം. എന്നാലും എന്താ ആന്റി, ഞാൻ പറയുമ്പോ ആന്റി മണിയടിക്കാനൊന്നും വിചാരിക്കരുത്. ഐ എം വെരി ഫ്രാങ്ക്. വിശേഷണങ്ങളൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ വേഗം ചോദിക്കേ. എനിക്കല്പം തിരക്കുണ്ട്. ആന്റി, ആന്റിക്ക് തിരക്കുണ്ടെങ്കിൽ പോയി വന്നിട്ടായാലും മതി. എന്താണെങ്കിലും വേഗം പറയൂ. ഇത്രയും വലിയ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ ഇത്ര ഭംഗിയായി നോക്കിക്കൊണ്ടു പോകാൻ ആന്റിയെ കൊണ്ട് എങ്ങനെ കഴിയുന്നു? അതായത് ആന്റിക്ക് അങ്കിളുടെ കാര്യം നോക്കണം, വീട് വൃത്തിയായി സൂക്ഷിക്കണം, എല്ലാവരും ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം പോയിട്ട് ഫിലിം സെൻസറിങ്ങിനും പോകണം. ഇതിനൊക്കെയുള്ള എനർജി ആന്റിക്ക് ഇത് എവിടുന്ന് കിട്ടുന്നു? ഞാൻ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ, അതുകൊണ്ടാ. എന്റെ മണിയുടെ വലിച്ചില്ലല്ലോ. മതി മോളെ പറിച്ചത്. നീ ഇങ്ങനെ പറിച്ചു പറിച്ച് എന്റെ തല മുട്ടയാക്കും. എനിക്കിങ്ങനെ ആരുടെങ്കിലും നരച്ചുമുടി പറിക്കുന്നതേ എന്തൊരു ഇഷ്ടമാണെന്നോ. ഓ, അപ്പൊ നീ എനിക്ക് വയസ്സായി എന്ന് പറയാ അല്ലേ? എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. വീട്ടിൽ ഡാഡിയുടെ മുടി പറിക്കാന്ന് വെച്ചാ ഒരു രക്ഷയില്ല. ഓ, നരച്ച മുടി പറിക്കാൻ നിന്റെ ഡാഡിക്ക് മുടി ഉണ്ടായിട്ട് വേണ്ടേ? ആ, അത് തന്നെ. ഡാഡിയുടെ തലയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഗുഡ് നൈറ്റ്. അത് ശരിയാ. പത്മാവതി, എന്താ മഞ്ജു നല്ല മിടുക്കിയല്ലേ? എന്താ ഇങ്ങനെ തോന്നാൻ? അല്ല, അവളെ നമ്മുടെ രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ? അവനിങ്ങനെ പറഞ്ഞു? ഇല്ലില്ല, അവളെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അവൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണിനെ ഫാഷൻ പീരീഡ് നയിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ലല്ലോ. അടക്കോ ഒതുക്കോ ഒരു പെണ്ണിനെയാണ് ഇവിടെ ആവശ്യം. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. യൂസ്ലെസ്.